എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്. പല മാതാപിതാക്കളും വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് അത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കുന്ന കാലഘട്ടം. ഈ ലോക്ക്ഡൗൺ കാലത്ത് ടീച്ചേഴ്സിന്റെ സേവനം ഓൺലൈൻ ക്ലാസ്സുകളിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഇംഗ്ലീഷ് ഈസി ലേണിംഗ് വീഡിയോസ് കണ്ട ഒരു വ്യൂവർ അവരുടെ KG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അങ്ങനെയുള്ള ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യമാണ് എൻ്റെ ഈ പുതിയ സെക്ഷൻ വീഡിയോസിന്റെ അടിസ്ഥാനം. എൻ്റെ ഈ പുതിയ സെക്ഷൻ വീഡിയോസ് KG ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെ എഴുതാൻ പഠിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. എൻ്റെ പുതിയ സെക്ഷൻ വീഡിയോസിന്റെ പേര് ഫണ്ണി ബണ്ണി കിഡ്സ് ലേണിംഗ്. ഫണ്ണി ബണ്ണി കിഡ്സ് ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Funny Bunny Kids Learning is a special module for kindergarten students. വളരെ കാലത്തെ അധ്യാപന പരിചയത്തിൽ നിന്നും എനിക്ക് നല്ലതെന്ന് തോന്നിയ ഏതാനും കുറെ പഠന രീതികളും ലേണിംഗ് ടിപ്സും ഫണ്ണി ബണ്ണി കിഡ്സ് ലേണിംഗ് വീഡിയോസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാനാകുന്നു എന്ന വിശ്വാസത്തോടെ. ഫണ്ണി ബണ്ണി കിഡ്സ് ലേണിംഗ് എന്ന ഈ ടീച്ചിങ് മൊഡ്യൂൾ വിവിധ ഭാഗങ്ങളായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുക. പ്രധാനമായും KG കുട്ടികളെ ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതാൻ പഠിപ്പിക്കാൻ സഹായിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ഇന്നത്തെ മൊഡ്യൂളിൽ KG പാരന്റ്സിനുള്ള കുറച്ച് നോളജ് ടിപ്സ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൊഡ്യൂളിൽ ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നാണ്. ജനനം മുതൽ 5 വയസ്സ് വരെയാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ജനന സമയത്ത് ആവറേജ് ബേബി ബ്രെയിൻ ഏകദേശം അഡൾട്ട് ബ്രെയിനിന്റെ കാൽഭാഗം മാത്രമേ ഉണ്ടാകൂ. പക്ഷേ 1 വയസ്സാകുമ്പോൾ ഇത് ഇരട്ടിയാകുന്നു. 3 വയസ്സാകുമ്പോൾ 80%-ഓളവും 5 വയസ്സാകുമ്പോൾ 90%-ഓളവും വളർച്ച കുട്ടിയുടെ ബ്രെയിൻ കൈവരിക്കുന്നു. അതായത് 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലച്ചോറ് ഏകദേശം പൂർണ്ണ വളർച്ചയിൽ എത്തി എന്ന് ചുരുക്കം. കുട്ടികളോട് ഇടപഴകുന്ന പാരന്റ്സ്, കെയർ ഗിവേഴ്സ്, ടീച്ചേഴ്സ് എന്നിവരുമായുള്ള കുട്ടിയുടെ ഇന്ററാക്ഷൻസ് ബ്രെയിൻ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് പോസിറ്റീവ് ഇന്ററാക്ഷൻസ്, അതായത് കെയർ, ലവ്, സപ്പോർട്ട് എന്നിവ കിട്ടിയ കുട്ടികൾ വളരുമ്പോൾ മോർ സക്സസ്ഫുൾ ആയിരിക്കും എന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ് ഇന്ററാക്ഷൻസ്, കുട്ടിക്കാലത്ത് നെഗറ്റീവ് ഇന്ററാക്ഷൻസ് കിട്ടി വളരുന്ന ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തലുകൾ, കൂടാതെ ബാഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് എന്നിവയിൽ വളരുന്ന കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ടല്ല എന്നാണ് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ഇറ്റ് വിൽ ഡാമേജ് ദ മൈൻഡ് ആൻഡ് ബോഡി. മാതാപിതാക്കളുടെ സ്നേഹപൂർവ്വമുള്ള ഒരു തലോടൽ, കുട്ടികളോടുള്ള അവരുടെ കളികൾ എന്നിവ ബ്രെയിൻ ഡെവലപ്മെന്റിനെ വളരെയധികം സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്നേഹപൂർവ്വമുള്ള തലോടലും കുട്ടികളോടുള്ള കളികളും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നാം കുട്ടികളോട് കൂടെ കളിക്കാൻ സമയം കണ്ടെത്തണം. Research has demonstrated that holding and stroking a child stimulates the brain to release important hormones that allow him to grow. വളർച്ചയെ സഹായിക്കുന്ന ഒരു ഹോർമോൺ വരെ നമ്മളുടെ സ്നേഹപൂർവ്വമുള്ള ഒരു തലോടലിൽ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കുട്ടിക്കാലത്തുള്ള സ്ട്രോങ് പോസിറ്റീവ് പാരന്റ് ചൈൽഡ് ബോണ്ട്, അതായത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു സ്ട്രോങ് പോസിറ്റീവ് ബോണ്ട് ജീവിതത്തിലുടനീളം അഭിമുഖീകരിക്കേണ്ടി വരുന്ന മാനസിക പിരിമുറുക്കങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ശരിയായ രീതിയിൽ നേരിടുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നു എന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്ട്രോങ് പോസിറ്റീവ് പാരന്റ് ചൈൽഡ് ബോണ്ട്സ് ക്രിയേറ്റ് എനർജറ്റിക്, ആക്റ്റീവ്, സെൽഫ് എസ്റ്റീംഡ്, കോൺഫിഡന്റ് ആൻഡ് സക്സസ്ഫുൾ ചിൽഡ്രൻ. അപ്പോൾ
ശരിയായ കുട്ടികളുടെ പരിപാലനം, അതായത് പോസിറ്റീവ് പരിപാലനം കുട്ടിയെ എനർജറ്റിക്, ആക്റ്റീവ്, സെൽഫ് എസ്റ്റീംഡ്, കോൺഫിഡൻ്റ് ഒക്കെ ആക്കി മാറ്റുന്നുണ്ട്. പോസിറ്റീവ് ഇൻട്രാക്ഷൻസിലൂടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് എങ്ങനെ സഹായിക്കാം എന്ന് കാണാം. ടോക്കിംഗ്, സിംഗിങ്, സ്പെഷ്യലി പ്ലേയിങ് വിത്ത് ദ ചൈൽഡ് ആർ ദ ബെസ്റ്റ് വേസ് ടു സ്റ്റിമുലേറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ കൂടെയുള്ള കളികൾ, അവരുടെ കൂടെയുള്ള പാട്ടുപാടൽ, അവരുടെ കൂടെയുള്ള ഡാൻസ് കളിക്കുക, എല്ലാം അവരുടെ കൂടെ കളിക്കുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ കുട്ടികളുമായി സംസാരിക്കാനും അവരോടൊപ്പം കളിക്കാനും പാടാനും ആടാനും നാം തീർച്ചയായും സമയം കണ്ടെത്തണം. ഈ മൊഡ്യൂളിൽ നാം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പോസിറ്റീവ്, നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും കൂടാതെ കുട്ടികളോടൊത്തുള്ള കളികൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നു എന്നും കണ്ടു. അടുത്ത 2 മൊഡ്യൂളുകളിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഏതാനും ആക്ടിവിറ്റീസിനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. Hope you enjoyed this video. See you in my next video. Take care. Bye bye.